കാലത്തിൻ്റെ അടയാളമായി കാലത്തിന് മധ്യേ നാട്ടപ്പെട്ട വിശുദ്ധ കുരിശ്. മരുഭൂമിയിൽ മോശ നാട്ടിയ പിത്തള സർപ്പം ഈ വിശുദ്ധ കുരിശിൻ്റെ പ്രതീകമായിരുന്നു. അബ്രഹാമിനോട് നിനക്ക് ഞാൻ തരുന്ന ദേശത്ത് നെടുകയും കുറുകയും നടക്കുക എന്നരുൾ ചെയ്തുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ ചിഹ്നം അബ്രഹാമിന് വാഗ്ദത്ത ദേശത്ത് താൻ നൽകി. ഇതാ കാൽവറിയിൽ ആ വിശുദ്ധ കുരിശ് ഞങ്ങൾ കാണുന്നു. ആ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട തമ്പുരാന്റെ സാന്നിധ്യം ഞങ്ങൾ കാണുന്നു. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന തമ്പുരാൻ ഇതാ ആ കാൽവറി ക്രൂശിൽ യാഗമായി കിടക്കുന്നു. എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, എന്റെ വീണ്ടെടുപ്പിനായി. ഒരർത്ഥത്തിൽ ഞാൻ നിമിത്തമാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. എന്റെ പാപങ്ങൾ നിമിത്തമാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. ഓ തമ്പുരാനെ, ഇന്ന് അവിടുത്തെ ക്രൂശിലേക്ക് ഞങ്ങൾ അടുത്തു വരട്ടെ. അവിടുത്തെ ക്രൂശിനോട് ഞങ്ങൾ ചേർന്നെടുക്കട്ടെ. അങ്ങയുടെ കുരിശിനെ ഞങ്ങളൊന്ന് ആരാധിക്കട്ടെ. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യനോടും പരിശുദ്ധ അമ്മയോടും മറ്റ് സ്ത്രീകളോടും ചേർന്ന് ഞങ്ങളും ഒന്ന് നിൽക്കട്ടെ. അവിടുത്തെ വിലാവിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തം ഇന്ന് അവിടുന്ന് ഞങ്ങളിലേക്കും ഒന്നൊഴുക്കണമേ. ഓ കർത്താവേ, അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാനാവാതെ അന്ധത ബാധിച്ച കുരുടനായ ഞാനിതാ അവിടുത്തെ മുന്നിൽ നിൽക്കുന്നു. അങ്ങേ വിലാവിലേക്ക് ഒരു ഭടൻ കുത്തി ഇറക്കിയപ്പോൾ ആ വിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും ആ മനുഷ്യന്റെ അന്ധതയ്ക്ക് സൗഖ്യമായി തീർന്നതുപോലെ അപ്പാ അവിടുത്തെ സ്നേഹം തിരിച്ചറിയാനാകാത്ത കുരുടനായ അടിയന്റെ കണ്ണുകളിലേക്ക് അക്രൂശിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തം ഒഴുക്കണമേ. ആ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അവിടുത്തെ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബലഹീനമായ കണ്ണുകൾ തുറക്കണമേ.
രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി യാഗമായി തീർന്ന കുഞ്ഞാടായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപകൾക്കായി, അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി എന്തുള്ളൂ നാഥ ഞങ്ങൾക്ക് യോഗ്യത? അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും അനുഭവിപ്പാനായി യാതൊരു യോഗ്യതയുമില്ല തമ്പുരാനെ. എന്നിട്ടും അവിടുന്ന് ഞങ്ങളോട് ചെയ്ത സ്നേഹത്തിൻ്റെ ആഴം ഓർക്കുമ്പോൾ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ ഓടിയണഞ്ഞ പാവനിയായ സ്ത്രീയെ പോലെയാണ് ഞങ്ങളുടെ ജീവിതം. അവിടുത്തെ കാൽപാദത്തിൽ കവിണ്ണു വീണ് ഒരു വെങ്കൽ ഭരണി, വില കൂടിയ സ്വച്ഛ ജഡമാംസി തൈലം അവിടുത്തെ കാൽപാദത്തിൽ അവൾ തകർത്ത് കളഞ്ഞു. അതേ പിതാവേ, ഈ ലോകത്തിൽ വിലയുള്ളത് എന്ന് കരുതിയ, ഈ ലോകത്തിൽ നേട്ടമെന്ന് എണ്ണിയ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഗന്ധമായി ഞങ്ങൾ കരുതിയ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവിടുത്തെ പാദാന്തികെ തകർത്തെറിഞ്ഞുകൊണ്ട് അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അപ്പാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ ത്യാഗത്തെ ഓർത്ത്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ സ്നേഹത്തെ ഓർത്ത് അപ്പാ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ മാർവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മാറിൽ ആ കുത്തിയ കുന്തമുനകൾ ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പാ, ഞങ്ങൾ കുത്തിയ കുന്തമുനകൾ അവിടുത്തെ നെഞ്ചിൽ ആഞ്ഞു തറച്ചപ്പോൾ ആ നെഞ്ചിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും പോലും ഞങ്ങളുടെ സൗഖ്യത്തിനായി അങ്ങ് മാറ്റുന്നത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ ആ മുറിവിൽ നിന്നുണ്ടായ വേദന പോലും ഞങ്ങളുടെ സൗഖ്യത്തിനായി പരിണമിപ്പിച്ച അപ്പാ, ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആ മാറിലല്ലാതെ എവിടെയാണ് ഞങ്ങൾക്ക് അഭയം?
ആ മാറിലെ മുറിവുകളിലല്ലാതെ എവിടെയാണ് ഞങ്ങൾക്ക് ആശ്രയം? ഈ ലോകം ഞങ്ങൾക്ക് സൗഖ്യം തരില്ല. ഈ ലോകം ഞങ്ങളെ ചേർത്തണയ്ക്കുകയില്ല. ഈ ലോകം ഞങ്ങളെ തള്ളും. ഈ ലോകത്തിൽ ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേരുന്നൊരു ദിവസം വരും. എന്നാൽ അപ്പാ, അവിടുത്തെ സ്നേഹത്തിന്റെ മാറിൽ ഞങ്ങൾ അഭയപ്പെട്ടാൽ, അവിടുത്തെ നെഞ്ചിലെ ചൂടനുഭവിച്ച് ഞങ്ങൾ ജീവിച്ചാൽ, ഒരിക്കലും ഞങ്ങളുടെ ജീവൻ നഷ്ടമാകില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനെ. ഓ, നിന്നിൽ മറയുന്നൊരു ദിനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ മാറിൽ ഞങ്ങൾ ചേർന്നണയട്ടെ. ആ സ്നേഹം ഞങ്ങൾ ആവോളം രുചിക്കട്ടെ. അവിടുത്തെ കൃപകൾ ഞങ്ങൾ ആസ്വദിക്കട്ടെ. സ്നേഹമേ, അപ്പാ, അവിടുത്തെ സ്നേഹം എത്ര വലുതാണ്. അവിടുത്തെ കൃപ എത്ര വലുതാണ്. അവിടുത്തെ കരുണ എത്ര മനോഹരമാണ്. അവിടുത്തെ പദ്ധതികൾ എത്ര അത്ഭുതകരമാണ്. എത്രയോ അത്ഭുതകരമായിട്ടാണ് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തത്. എത്രയോ അത്ഭുതകരമായിട്ടാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്. ഞങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായ പദ്ധതികൾ അവിടുന്ന് വിഭാവന ചെയ്യുന്നു. ഞങ്ങളുടെ ഭാവനകളിൽ ഉരുത്തിരിയാത്ത മനോഹരമായ അനുഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ പൊതിയുന്നു. രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും നിത്യതയുടെയും ആനന്ദം സ്വന്തമാക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നു. അപ്പാ, ഇത്ര മാത്രം ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് എന്തുള്ളൂ നാഥ? ഞങ്ങളുടെ ഉള്ളിൽ എന്ത് യോഗ്യതയുള്ളൂ തമ്പുരാനെ? ഒരു യോഗ്യതകളുമില്ലാതിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന മനോഹരമായ പദ്ധതികൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആഴ
പകരമായി നൽകാൻ ഒന്നുമില്ലപ്പാ. പകരമായി നൽകാൻ ഞങ്ങളുടെ ജീവനും ജീവിതവും മാത്രം. അപ്പന്റെ കരങ്ങളിലേക്ക് അവയെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു. ഞങ്ങളുടേതായി ഞങ്ങൾക്കൊന്നും വേണ്ടപ്പാ. ഈ ലോകത്തിന്റെ സുഖമോ സന്തോഷങ്ങളോ ആനന്ദങ്ങളോ ഒന്നും വേണ്ടപ്പാ. ഞങ്ങൾക്ക് സ്വന്തമായി അങ്ങ് മാത്രം മതി. അങ്ങയുടെ സ്നേഹം മാത്രം മതി. അവിടുത്തെ ആശ്ലേഷവും കരുതലും മാത്രം മതി. അവിടുന്ന് ഞങ്ങളുടെ മൂർധാവിൽ നൽകുന്ന സ്നേഹത്തിന്റെ ചുടുചുംബനങ്ങൾ മാത്രം മതി. അപ്പാ എന്നങ്ങേ വിളിക്കാനുള്ള യോഗ്യത മാത്രം മതി. അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കാനുള്ള കൃപ മാത്രം മതി. അവിടുത്തെ മാറിൽ ചാരിക്കിടക്കാനുള്ള യോഗ്യത മാത്രം മതി. അപ്പാ അവിടുത്തെ മുറിവുകളിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ കഴുകപ്പെടുന്ന അഭിഷേകം മാത്രം മതി. അത് മതിയപ്പാ, അത് മതിയപ്പാ. ഞങ്ങൾക്ക് വിട്ടുതരുന്നു ഞങ്ങളുടെ ജീവിതത്തെ, വിട്ടുതരുന്നു ഞങ്ങളുടെ ജീവിതത്തെ. പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുന്നിൽ കവിണ്ണു വീണുകൊണ്ട് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു.
അറുക്കപ്പെട്ടവനായ കുഞ്ഞാടിനെ ആരാധിക്കുന്ന സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമുക്കും മഹത്വപ്പെടുത്താം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടേ, അങ്ങ് ആരാധനയ്ക്ക് സർവദാ യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. യോഗ്യൻ കർത്താവേ, അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ മാത്രം ആരാധനയ്ക്കെന്നും യോഗ്യൻ. ഓ നീ മാത്രം യോഗ്യൻ കർത്താവേ, ആരാധനയ്ക്ക് അർഹൻ അങ്ങ് മാത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു യേശുവേ. ഹല്ലേലൂയ പാടിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവ്വസ്വർഗീയ വൃത്തങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. സർവ്വമാലാഖ ഗണങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അപ്പാ.